ശ്രീ പ്രേംനാഥാണ്, പെരുന്നേലിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രേംനാഥ്, താങ്കൾ പെരുന്നേലിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ട് ചോദിച്ചാണ്, താങ്കൾ ഈ NSSുമായി അങ്ങനെ നേരിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ആളാണോ? ഞങ്ങളുടെ അപ്പൂപ്പന്റെ കരയോത്തിപ്പെട്ട ആളാണ്. 257 നമ്പർ കരയോത്തിപ്പെട്ട ആളാണ്. ശരി, ഓക്കെ. ഈ ജി സുകുമാരൻ നായർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഇരിക്കുന്ന CP രാധാകൃഷ്ണൻ ഇന്നലെ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും പെരുന്നയിൽ ഒരു ശുദ്ധീകരണം, അത് സ്വയം നടത്തിയില്ലെങ്കിൽ സ്വയം ശുദ്ധീകരണത്തിലേക്ക് അത് പോവും, അല്ലെങ്കിൽ നടത്തും എന്നുള്ള മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെയും വർത്തമാനം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പെരുന്നയിൽ നടക്കുന്നത്. കാരണം പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ GSന്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരന് ഒരു ഏകാധിപതിയായിട്ട് NSൽ നടക്കുന്നു. താങ്കൾ പറഞ്ഞോളൂ, തുടർച്ചയായി കേൾക്കാമോ? കേൾക്കാം, താങ്കൾ പറഞ്ഞോളൂ. അതെ, ഏകാധിപതിയായിട്ട് പല കാര്യങ്ങളും എന്താ പറയുക, പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ ഈ പെരുന്നയിൽ നടക്കുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അവിടെ GSന്റെ മക്കളും മരുമക്കളും എല്ലാമാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. ഇവിടെ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന് അവിടെ ഒന്ന് കയറി ചെല്ലാനോ ഒരു കാര്യങ്ങൾ പറയാനോ ഒന്നും ഒരു സാഹചര്യം ഇല്ല. മനസ്സിലായില്ലേ? കാരണം ചില മകള്, മരുമകള്, മക്കള്, കൊച്ചുമക്കള് എല്ലാമാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. പുള്ളിയുടെ ഒരു കുടുംബാധിപത്യമാണ് അവിടെ നടക്കുന്നത്. അതിനെതിരെ ചിലപ്പം അതിനെതിരെ അങ്ങനെ ഒരു കലാപം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെതിരെ ഒരു നീക്കം ഉണ്ടാവണമെങ്കിൽ NSSനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടത്, അല്ലാതെ പുറത്തുനിന്ന് BJP അല്ലല്ലോ അത് നടത്തേണ്ടത്. നായരല്ലേ പറഞ്ഞത്? ഒരു നായരല്ലേ പറഞ്ഞത്? ഇപ്പൊ സുരേഷ് ഗോപി ഒരു നായരല്ലേ പറഞ്ഞത്? അല്ല, സുരേഷ് ഗോപി ഒരു നായരല്ലേ പറഞ്ഞത് എന്നുള്ളതല്ല വിഷയം. CP രാധാകൃഷ്ണനായിരുന്നു ഇന്നലെ ആരോപണം ഉന്നയിച്ചത്. CP രാധാകൃഷ്ണൻ ഈ പറയുന്ന പോലെ NSS നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. അതായിക്കോട്ടെ, പുള്ളിക്ക് വന്നൊരു അനുഭവമാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് SB കോളേജിൽ വന്നപ്പോ അവിടെ വന്ന് ഇറങ്ങിയപ്പോ അവിടെ ഒരു പുഷ്പാർച്ചന നടത്താൻ ചോദിച്ചു, ഇല്ലേ? അതെ. അല്ല, ഇത് ജി സുകുമാരൻ നായർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അന്ന് വരുന്നതിന് അന്ന് രാവിലെ പോലീസുകാർ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. നായയെ കയറ്റി പരിശോധന നടത്തേണ്ടി വരും, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. പണ്ടും മറ്റേ നമ്മുടെ നരസിംഹറാവു വന്ന സമയത്തും ഇങ്ങനെ പുള്ളി പറഞ്ഞു. അതെ. അപ്പൊ ഈ ജി സുകുമാരൻ നായർ ഒരു ഏകാധിപത്യ ഭരണമാണോ നടക്കുന്നത്? അങ്ങനെയാണോ? തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അപ്പോൾ താങ്കൾ ഈ NSSൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിനുള്ളിൽ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാറില്ലേ? ഉണ്ട്. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ, നമ്മളെ ഒറ്റപ്പെടുത്തും. ശരി, ഓക്കെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കളുടെ പാർട്ടിയുടെ നേതാക്കൾ NSSന്റെ നേതാക്കൾക്കെതിരെ നേതാക്കൾക്കെതിരെ അല്ല, ജി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായിരിക്കും കാരണം? ഈ BJPക്ക് ഒരു വേണ്ട പിന്തുണ NSS കൊടുക്കുന്നില്ല എന്നുള്ളതാണോ പ്രശ്നം? സർ, നമസ്കാരം. ഈ ആദരവും ബഹുമാനവും ഒന്നും വൺ വേ ട്രാഫിക് അല്ല സർ. അതാണ് മനസ്സിലാക്കേണ്ടത്. ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആദരവും ബഹുമാനവും തിരിച്ചും കിട്ടും. മനസ്സിലായോ? അല്ലാതെ ഇദ്ദേഹം ഒരു മാടമ്പിയൊന്നുമല്ല. ഇദ്ദേഹത്തിന് വിമർശനത്തിന് അധീനതാണ്, മറ്റുള്ളവരെ അങ്ങ് പാട്ടി ഓടിക്കാമെന്നുള്ള ഒരു ധാരണയൊന്നും പാടില്ല. ആദരവും ബഹുമാനവും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ടും തീർച്ചയായിട്ടും കിട്ടും. അല്ല, അനാദരവാണ് കിട്ടിയതെങ്കിൽ അതിനുള്ള മറുപടിയും കിട്ടും, അത് മേടിക്കേണ്ടി വരും. അതായത് ഇപ്പൊ അതിന് മറ്റ് പരസ്യങ്ങളൊന്നും ആരാണ് ഉപരാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.